ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രകാശമുള്ളപ്പോൾ പിന്നെ അവിടെ ഇരുട്ട് ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പേടികളിലൊന്ന് ഇരുട്ടാണ്. രാത്രിയാകുമ്പോൾ നമുക്ക് വല്ലാത്ത ഭയം, ആശങ്കകൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക സ്വാഭാവികമാണ്. ഇവിടെ ക്രിസ്തു നമ്മോട് പറയുക, നിന്റെ ജീവിതത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഇരുട്ട് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ മാറ്റുന്ന പ്രകാശം അത് ക്രിസ്തുവാണ് എന്നാണ്. ഇതൊരു തിരുനാളായിട്ട് കൂടെയാണ് യഹൂദർ ആഘോഷിച്ചിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഏടുകളിൽ ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം സൃഷ്ടിച്ചത് തന്നെ പ്രകാശത്തെയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവൻ പ്രപഞ്ച സൃഷ്ടിക്ക് ആരംഭം കുറിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പ്രകാശം, വെളിച്ചം ദൈവം തന്നെയാണ് എന്നുള്ളതാണ് അടിവരയിട്ട് ക്രിസ്തു ഇന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് പ്രകാശമായിട്ട് കൂടാരമടിക്കുന്ന ദൈവജനത്തോടുകൂടെ ദൈവം വസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ദൈവം പ്രകാശമായി ഈ മക്കളുടെ വഴി നടത്തി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഇരുട്ടിനെയും അസ്വസ്ഥതകളെയും ഒക്കെ മാറ്റാൻ ഒന്നേയുള്ളൂ, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ അണഞ്ഞു പോയ വിളക്കിനെ വീണ്ടും തെളിയിക്കാൻ അവിടുന്ന് പ്രകാശമായി കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താ? അവനോട് ചേർന്നിരിക്കുക. ഈ പ്രകാശത്തോട് ചേർന്നിരിക്കുന്നവർക്കൊക്കെ വെളിച്ചത്തിൻ്റെ പ്രഭ ലഭിക്കും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കൃപയുടെ ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന പല ഇരുട്ടുകളും അന്ധകാരവും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വെളിച്ചമായ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അവൻ കടന്നു വന്നപ്പോൾ വചനം എഴുതി വെച്ചില്ലേ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു. അവൻ ജനിച്ചത് പാതിരാത്രിയിലാണ്. എന്നിട്ടും അവൻ്റെ ജനനം പ്രകാശത്തിൻ്റെ ഉദയമായിട്ടാണ് വർണ്ണിക്കുന്നതെങ്കിൽ അവൻ മരിച്ചത് നട്ടുച്ച നേരത്ത്. അപ്പോൾ വചനം പറയുന്നെന്താ? ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞുവെന്ന്. അപ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശവും ഇരുട്ടുമെന്ന് പറയുന്നത്, നീ നിൻ്റെ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ ഏത് പാതിരാത്രിയും വെളിച്ചമായിരിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ ഏത് നട്ടുച്ച നേരവും നിനക്ക് ഇരുട്ടായി അന്ധകാരമായിട്ട് മാറും. അതുകൊണ്ട് വെളിച്ചമാകുന്ന പ്രകാശമാകുന്ന ക്രിസ്തുവിനെ ചേർന്ന് നടക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ജീവിതം മുഴുവൻ വെളിച്ചമായി മാറും. നമ്മൾ ഓരോരുത്തരും പ്രകാശത്തിൻ്റെ മക്കളായിട്ട് തീരും.